ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ. ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്ററുകളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ റിവിഷൻ ചെയ്തതാണ്. ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനെ വെച്ച് ബാക്കി വൺ ഡയമെൻഷൻ മോഷനും മോഷനിൻ്റെ പ്ലെയിനും പ്രൊജക്റ്റൈലിൻ്റെയും ഞാനൊന്ന് റിവിഷൻ ചെയ്ത് വിട്ടതായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവസാനം റിവിഷൻ ചെയ്യാം. ഇനി ലോസ് ഓഫ് മോഷൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ ലോകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ലോ, എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion in a straight line unless compelled by an external unbalanced force to change the state. എല്ലാ ബോഡിയും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റിൽ തന്നെ യൂണിഫോം മോഷനോ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യും? അൻറ്റിൽ ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് പ്രയോഗിക്കുന്നത് വരെ അതങ്ങനെ തന്നെ തുടരും. അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ അവിടെ തന്നെ ഇരിക്കും, ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ പുറത്തു നിന്നൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് എന്താണ് ഏതൊരു സാധനത്തിൻ്റെയും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ലോ ഓഫ് ഇനേർഷ്യ എന്ന് ഇതിന് പേരുണ്ട്. കാരണം ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ലോ ആണ്, അത് ഓർത്തോളാം. അടുത്ത സെക്കൻഡ് ലോ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇപ്പോൾ ഒരു ഫോഴ്സ് പ്രയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം അനങ്ങാതിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ മൊമെൻറ്റം 0 ആണ്. ഫോഴ്സ് പ്രയോഗിച്ചിട്ട് ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുമ്പോൾ ആ മൊമെൻറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ്. ആ ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ മൊമെൻറ്റം സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ ഫോഴ്സ് പ്രയോഗിച്ച ഡയറക്ഷനിലായിരിക്കും. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ unbalanced force and takes place in the direction of the force. Second law. Third law എല്ലാവർക്കും അറിയാം. To every action there is an equal and opposite reaction. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി ഇനേർഷ്യ. വാട്ട് ഈസ് ഇനേർഷ്യ? എന്താണ് ഇനേർഷ്യ എന്ന് പറയുന്നത്? ഇനേർഷ്യ, വാട്ട് ഈസ് ഇനേർഷ്യ? ഇനേർഷ്യ ഈസ് ദി ഇനബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ബോഡി to change by itself its state of rest or of uniform motion along a straight line. ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഇനബിലിറ്റിയാണ്, കഴിവില്ലായ്മയാണ്. ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ്, സ്വയം. ടു ചേഞ്ച് ബൈ സ്വയം ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line. ഒരു റെസ്റ്റിലിരിക്കുന്ന വസ്തുവിന് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുന്ന വസ്തുവിന് യൂണിഫോമിലോ ഉള്ള ആ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് സ്വയം മാറ്റാൻ കഴിയില്ല. ഇനബിലിറ്റി ഉണ്ട് അതിന്. ദി ഇനബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ്, അതിന് തന്നെ ഇറ്റ് സെൽഫ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ദാറ്റ് ഈസ് കോൾഡ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പം ഇനേർഷ്യയ്ക്ക് പല എക്സാമ്പിളും പറയുന്നുണ്ട്. നമ്മളൊരു ബസ്സിലിരിക്കുകയാണ്, ബസ്സിൽ അനങ്ങാതിരിക്കുകയാണ്. ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? പുറകോട്ട് പോകും. കാരണം എന്താണ്? ദി ബസ് സ്റ്റാർട്ടഡ് ടു മൂവ്. ബസ് മൂവ് ചെയ്തു. ബട്ട് അവർ അപ്പർ ബോഡി എന്ത് ചെയ്യും? അപ്പർ ബോഡിയും മൂവ് ചെയ്യുമോ? അത് സ്റ്റേറ്റിലിരിക്കും. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് നമ്മുടെ ബോഡി ഇരിക്കുകയുള്ളൂ. ബസ് മൂവ് ചെയ്യും. നമ്മുടെ ലെഗ്സ് അതിൻ്റെ ഒപ്പം മൂവ് ചെയ്യും, പക്ഷെ ബോഡി മൂവ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ പുറകോട്ട് അല്ലെങ്കിൽ നമ്മൾ മൊത്തം മൂവ് ചെയ്യുന്നില്ല, ബസ് മൂവ് ചെയ്യുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല. ബസ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ പുറകോട്ട് വരും. ബ്രേക്ക് ഇടുമ്പോൾ അങ്ങനെയാണ്. ബ്രേക്ക് ഇടുമ്പോൾ എന്താണ്? നമ്മൾ ബസ് സഞ്ചരിക്കുമ്പോൾ വി ആർ ഓൾസോ ട്രാവലിംഗ് ഇൻ ദി സെയിം വെലോസിറ്റി ഓഫ് ദി ബസ്. വെൻ ബസ് ടേക്ക് എ സഡൻ സ്റ്റോപ്പ്, അവർ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് സെയിം വെലോസിറ്റി. ബസ് അവിടെ നിന്നു, പക്ഷെ നമ്മുടെ ആ യൂണിഫോം മോഷൻ നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പം നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മളെന്താണ്? നമ്മൾ ഫോർവേഡിലോട്ട് പോകുന്നു. ഇനി ഒരു മാവിൽ മാങ്ങ കുലുക്കുമ്പോൾ ചാടാനുള്ള കാരണം എന്താണ്? മാങ്ങ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റാണ്. കൊമ്പ് കുലുങ്ങുന്നു, അപ്പോൾ മാങ്ങ ഞെട്ടറ്റ വീഴും. ഒരു ബസ്സിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങുകയാണെങ്കിൽ, ഒരു ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയാണെങ്കിൽ
അയാളുടെ ലെഗ്സ് കംസ് എ സഡൻ റെസ്റ്റ്. നമ്മൾ ചാടി ഇറങ്ങുന്ന ലെഗ്സ് നമ്മളെന്താണ് സഡൻ റെസ്റ്റായി വരുന്നു, പെട്ടെന്ന് റെസ്റ്റ് ആവുന്നു. ബട്ട് ദി അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി ഈസ് ട്രാവലിംഗ് ഇൻ ദി സെയിം വെലോസിറ്റി. നമ്മുടെ ബോഡിയുടെ മുകൾ ഭാഗം അതേ വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോർവേഡ് വീഴും. അത് വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന വഴി തന്നെ ഓടിക്കൊള്ളണം. ബസ്സിൻ്റെ അതേ വെലോസിറ്റി തന്നെ ഓടി കുറച്ച് കഴിയുമ്പോഴേ നിൽക്കാവുള്ളൂ. ഇതൊക്കെ എന്താണ്, ഇനേർഷ്യയുടെ എക്സാമ്പിൾസ് ആണ്. ഇനേർഷ്യ എന്ന് പറയുന്നത് എക്സാമ്പിൾ അതാണ്. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞ എന്താണ്, ഫോഴ്സിന് ഡെഫിനേഷൻ കൊടുക്കുന്ന ആരാണ്? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ ബോഡി അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ അവസ്ഥയെ മാറ്റാനായിട്ട് പ്രേരിപ്പിക്കുന്നതോ എന്താണോ അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ കൊടുത്ത ആരാന്ന് വെച്ചാൽ ആര് പറയും? ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത് ആരാണ്? ഫസ്റ്റ് ലോ ആണ്. ഇനേർഷ്യ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത ആരാണ്? അതും ഫസ്റ്റ് ലോ ആണ്. ഇനി സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ്. അതാണല്ലോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലീനിയർ മൊമെൻറ്റം. എന്താണ് ലീനിയർ മൊമെൻറ്റം എന്നുള്ളതാണ്. അപ്പോൾ ലീനിയർ മൊമെൻറ്റം പി എന്ന് പറയുന്നത് വിക്ക് മാത്രമേ വെക്ടറുള്ളൂ. മാസിന് ഡയറക്ഷൻ ഒന്നുമില്ല, വെലോസിറ്റിക്ക് ഡയറക്ഷനുള്ളൂ. അതിൻ്റെ വെലോസിറ്റിയാണ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, മാസാകുമ്പോൾ കിലോഗ്രാം. പിന്നെന്തായിരിക്കും? മീറ്റർ സെക്കൻഡ് -1 ml T⁻⁻1 ആണ് അതിൻ്റെ ഡയമെൻഷൻ. ഇനി മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് ടു ഷോ ദാറ്റ് F = ma. ഫോഴ്സ് ma ആണ്. അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? കൺസിഡർ എ ബോഡി ഓഫ് മാസ് മാസുള്ള ഒരു ബോഡി മൂവിങ് വിത്ത് എ വെലോസിറ്റി v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പോകുന്നു. ഇറ്റ്സ് മൊമെൻറ്റം P = എന്താണ്? mv ആണ്. എ ഫോഴ്സ് എഫ് ആക്ട് ഓൺ ദി ബോഡി ഫോർ എ ടൈം Δt ടൈമിലേക്ക് ആ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നു. ഈ മൊമെൻറ്റം ചേഞ്ച് ബൈ ആൻ എമൗണ്ട് Δp. മൊമെൻറ്റം എന്തായി? Δp കൂടി ചേഞ്ച് ചെയ്തു. Δp. അപ്പോൾ Δp = എന്തായിരിക്കും? m × Δmv എന്ന് പറയാൻ പാടില്ലേ. അപ്പോൾ Δp = മാസിന് കൂടാനൊന്നും പറ്റില്ല, വെലോസിറ്റി കൂടുള്ളൂ. അപ്പോൾ Δv. Δp = m × Δv എന്ന് പറയാം. ഇനി അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? Δp / Δt. ദാറ്റ് ഈസ് Δm Δv / Δt. Δv / Δt എന്ന് പറയുന്നത് a ആണ്. അപ്പം എന്താണ്? F is proportional to ma. F is proportional to ma അല്ലെങ്കിൽ F is proportional equals kma. അപ്പോൾ F എന്ന് പറയുന്നത് എന്താണ്? ma ആണ് എന്ന് നമുക്ക് പറയാം. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. It is that force which produces an acceleration of 1 meter/second² on a mass of 1 kilogram. 1 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിൽ 1 meter/second² ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സിനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. സി ജി എസ് സിസ്റ്റത്തിലെ ഫോഴ്സിന് ഡൈൻ എന്നാണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ്? 10⁵ ഡൈനാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്.
ഇനി മാസും വെയിറ്റ് നമ്മൾ വ്യത്യാസം. വാട്ട് ഈസ് മാസ്? മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ഇറ്റ് ആണ്, അല്ലെങ്കിൽ എന്തൊരു മാറ്റം അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, അതാണ് മാസ്. വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സലേഷൻ ആണ്, അല്ലെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, mg ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല, കാരണം ജിയുടെ വാല്യൂ പോൾസിൽ കൂടുതലായിരിക്കും, ഇക്വേറ്ററിൽ കുറവായിരിക്കും. അതുകൊണ്ട് പോൾസിൽ വെയിറ്റ് കൂടുതലും ഇക്വേറ്ററിൽ വെയിറ്റ് കുറവായിരിക്കും. ഇനി മൂണിൽ നോക്കുവാണെങ്കിൽ മൂണിൽ ജിയുടെ വാല്യൂ കുറവാണ്, അപ്പോൾ അവിടെ വെയിറ്റ് കുറവായിരിക്കും. മാസ് എല്ലായിടത്തും ഒരുപോലെ തന്നെ. നമ്മുടെ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന കോമൺ ബാലൻസ് മാസ് ആണ് തൂക്കുന്നത്, വെയിറ്റ് അല്ല. വെയിറ്റ് തൂക്കുന്നത് സ്പ്രിങ് ത്രാസാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇതിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട്, പ്രോബ്ലം കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമുക്കതൊക്കെ നോക്കാം.